ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ആദ്യത്തെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 7 ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്നത് T125 എന്ന് പറഞ്ഞാൽ ആ കോപ്പർ റോഡിൻ്റെയാണ്. പിന്നെ T6 ഉണ്ട്, T7 ഉണ്ട്. ഈ T6 ഇത് വാട്ടറിൻ്റെയാണ്. ഈ രണ്ട് സാധനവും വാട്ടറിൻ്റെയാണ്. ഇത് എന്ന് പറഞ്ഞാൽ കോപ്പർ റോഡാണ്. റോഡിൻ്റെ ടെമ്പറേച്ചറാണ് T1 to T5 വരെ. നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് Q = mCp ΔT. അതിൽ മാസ് ഫ്ലോ റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കെന്താ ഹീറ്റിൻ്റെ ഫ്ലോ കിട്ടും. എന്ന് വെച്ചാൽ മാസ് പെർ സെക്കൻഡ് ടൈം. ഇപ്പോൾ m/t ഇത് ടൈമാണെങ്കിൽ ഇവിടെയും നമുക്കെന്താ ഹീറ്റ് ഫ്ലോ പെർ ടൈം കിട്ടും. ഈ Q/Tനെയാണ് എന്ത് നമ്മൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Q/T എന്ന് പറഞ്ഞാൽ ഡോട്ട് വരില്ല, Q/T ഇതിനാണ് നമ്മൾ Q ഡോട്ട് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് 5 സെക്കൻഡിൽ എത്ര ഹീറ്റ് ഫ്ലോ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം വെള്ളത്തിൽ എന്താണ് mCp ΔT/T. ഈ mt ഈ സാധനത്തിന് എനിക്കെന്താ ഇങ്ങനെ എഴുതാം, ഈ മാസ് ഫ്ലോ റേറ്റ് m.Cp ΔT. ഈ ΔT എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ് ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി വെള്ളത്തിൻ്റെത് 1000 ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആ ടാങ്കിൻ്റെ. ഇനി ടൈമും കൂടി വേണം. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആവാൻ എത്ര ടൈം എടുക്കുന്നു അതൊക്കെ SI യൂണിറ്റിൽ കൊടുത്തിട്ട് നമുക്ക് ഹീറ്റ് കിട്ടും. ഈ ഹീറ്റിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കും. എന്താ ഇവിടെ കണ്ടില്ലേ, Q = എന്താണ് ΔT/R. R എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയാൽ ഇങ്ങനെയും പറ്റും. എന്ത് Q = KA dt/dx. ഈ dt/dx നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് ഈ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എടുത്തുന്നത് T1 ഈ അവസാനത്തെ സാധനമാണ് നമ്മൾ എടുക്കുക, അവസാനത്തെ എല്ലാ ടെമ്പറേച്ചറും. അപ്പോൾ എന്താ ഞാൻ ടൈം ടേക്കൺ ഫോർ 1 സെൻറ്റിമീറ്റർ ഡ്രോപ്പ് എത്ര എനിക്ക് 300 ഇത്ര കിട്ടി. ഏരിയ ഓഫ് ടാങ്ക് ഇതാ വോളിയം ഫ്ലോ റേറ്റ് ഞാൻ കണ്ടുപിടിച്ചു. അതിന് എന്താ ഡെൻസിറ്റി കൊണ്ട് ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് കിട്ടി. പിന്നെ ഇതാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത്. ഈ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും, രണ്ട് ഹീറ്റുകളും തമ്മിൽ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. ഇപ്പം KA dt/dx അതാണ് എന്ത് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ. KA dt/dx = എന്താണ് നമ്മുടെ mCp ΔT എന്ന് പറഞ്ഞ് കൊടുക്കും. ഈ A എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പൈപ്പിൻ്റെ കോപ്പർ റോഡല്ലേ, കോപ്പർ റോഡ് എന്ന് പറഞ്ഞാൽ π/4 d². ഇതാ ഈ സംഭവം ഏരിയ കണ്ടുപിടിച്ചു ഇതാക്കുന്നു. dt/dx എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. നമുക്കറിയാം T1 T4 ഇതാ എൻ്റെ ആദ്യത്തെ പോയിൻറ്റ്, രണ്ടാമത്തെ പോയിൻറ്റ്, മൂന്നാമത്തെ പോയിൻറ്റ്, നാലാമത്തെ പോയിൻറ്റ്, അഞ്ചാമത്തെ പോയിൻറ്റ്. ആദ്യത്തതിൻ്റെ എന്താ 92, രണ്ടാമത്തത് ഇങ്ങനെ ഞാൻ വരച്ച് കണ്ടുപിടിക്കുന്നതാണ്. മൊത്തത്തിൽ 460ആണ്. 460 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോയിൻ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഗ്രാഫ് വരയ്ക്കും ആ ടെമ്പറേച്ചർ വെച്ചിട്ട്. ഇങ്ങനെയാണ് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെച്ചിട്ട് എനിക്കെന്താ dt/dx എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അവസാനം K കണ്ടുപിടിക്കുക. Kൻ്റെ വാല്യൂ എപ്പോഴും ഒരു 400 റേഞ്ചിലേക്ക് എത്തിക്കാൻ നോക്കുക, വാട്ട് പെർ മീറ്റർ കെൽവിൻ.